Hello everyone, welcome back. This is Nirjana here from Leo Tales. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബിഗിനേഴ്സിന് മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ടിയിട്ടുള്ള 5 പ്രോഡക്ട്സ് ആണ് മേക്കപ്പ് ചെയ്യാനായിട്ട്. മേക്കപ്പ് എളുപ്പം ചെയ്യാനും കുറച്ച് പ്രോഡക്ട്സ് കൊണ്ട് കുറച്ച് സമയത്തിൽ ചെയ്ത് തീർക്കാനും പറ്റുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾസോ ഇപ്പോൾ ആമസോണിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഈ പ്രോഡക്റ്റ് ലിങ്ക്സും ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രൈം മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട്, SBI കാർഡ് ഉണ്ടെങ്കിലുണ്ട്. ഈവൻ അതർവൈസ് ഒരു പ്രൈസ് ഡ്രോപ്പ് കാണും. സോ ഈ സെയിൽ ടൈമിൽ തന്നെ നിങ്ങൾ മാക്സിമം പർച്ചേസ് ഒക്കെ നടത്താൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ബേസിക് ബ്യൂട്ടി ഗൈഡ് എന്നുള്ള സീരീസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഫൗണ്ടേഷൻ, കൺസീലർ, പ്രസ്സിംഗ് പൗഡർ, മേക്കപ്പ് റിമൂവർ, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുപോലെ ബഡ്ജറ്റ് ബ്യൂട്ടി ഫൈൻസ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റും കൂടെ ഉണ്ട്. അതിനകത്ത് അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ഷോർട്സും വീഡിയോസും ഒക്കെ ഉണ്ട്. അതും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇനി സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ ഈ കുഞ്ഞു പേഴ്സിലുണ്ട്. ഇത് എന്താണെന്ന് നമുക്ക് ഓരോന്നിരുന്നിട്ട് എടുത്തെടുത്ത് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഈ മുഖത്ത് ബേസ് മേക്കപ്പ് ചെയ്യാനായിട്ട് ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കൺസീലറാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഈ മേബിലിൻ്റെ ഫിറ്റ് മീ ടിൻറ്റ് ആണ്. അപ്പം BB ക്രീം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ടിൻറ്റ് അല്ലെങ്കിൽ ഒരു കൺസീലർ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സെറ്റിൽ കാണണം. കാരണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന പോലെയല്ല. നമുക്കിപ്പോൾ എനിക്കാണെങ്കിൽ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ്, അതാണ് എൻ്റെ മേജർ ഇഷ്യൂ. പിന്നെ ആക്നെ സ്കാർസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരു മേജറായിട്ടൊരു ഫുൾ ഫേസ് കവറേജ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലറാണ്. അതെങ്ങനെയാണെന്നുള്ള കൺസീലറിനെ കുറിച്ച് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ടിൻറ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മേബിലിൻ്റെ ഫിറ്റ് മീ ടിൻറ്റ് ഇതിപ്പോൾ ഒരു 6 ഷെയ്ഡിൽ അവൈലബിൾ ആണ്. SPF 50 അടങ്ങിയതാണ്. സോ നിങ്ങൾക്ക് വേറെ സൺസ്ക്രീനും ഉപയോഗിക്കേണ്ട. ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് 6 ആണ്. നല്ലൊരു കവറേജ് തരും അത് ആക്ച്വലി. എന്നാൽ ഇട്ടാൽ അങ്ങനെ മേക്കപ്പ് ഇട്ട പോലെ തോന്നത്തില്ല. എന്നാൽ കണ്ണിന് ചുറ്റുമൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യും. അപ്പം ഈ ഒരു ടിൻറ്റ് ഒരു 399 റുപ്പീസാണ്. നല്ല പ്രൈസ് പോയിന്റ് ആണ്. നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു അമേസിങ് പ്രോഡക്റ്റ് ആണ്. കണ്ണിന് ചുറ്റും മാത്രം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഓവറോൾ ഫൗണ്ടേഷന് പകരമായിട്ട് നിങ്ങളുടെ ഒരു ഫേസിന് ഒരു ക്ലീൻ ലുക്ക് കിട്ടാനായിട്ട് യു ക്യാൻ ഐദർ ഗോ ഫോർ എ കൺസീലർ ഓർ എ ടിൻറ്റ് വിച്ച് വിൽ ബി വെരി ഗുഡ്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. മുഖത്ത് പൗഡർ ഇടരുത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിന് പകരമായിട്ട് കോമ്പാക്റ്റ് ആണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പാക്റ്റ് കളർ ഷെയ്ഡ് തന്നെ നോക്കിയെടുക്കണം, അങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. പല ഷെയ്ഡ്സിൽ കോമ്പാക്റ്റ് അവൈലബിൾ ആണ് മിക്ക ബ്രാൻഡുകൾക്കും. അതിൽ നിങ്ങളുടെ ഷെയ്ഡ് തന്നെ നോക്കിയെടുക്കുന്നത് എളുപ്പമാണ്. കാരണം കോമ്പാക്റ്റ് ടച്ചപ്പ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു പ്രോഡക്റ്റാണ്. ടച്ചപ്പ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ത്രൂ ഔട്ട് ദി ഡേ കൊണ്ടുനടന്ന് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സെയിൻ ആൻഡ് മേസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അവരുടെ കോമ്പാക്റ്റ് ആണ്. ഇതെനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് SPF 30 ഉണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ഇല്ലാതെ തന്നെ ഉപയോഗിക്കാം. പൊതുവെ ഓയിലി സ്കിൻ ആണെങ്കിൽ പിന്നെ ഒരു സൺസ്ക്രീൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ കുറച്ച് ഒന്ന് വേർക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതെ SPF 30 തന്നെ അടങ്ങിയിട്ടുള്ള കോമ്പാക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിത് ഷെയ്ഡ് നാച്ചുറൽ ന്യൂഡ് എന്നുള്ള ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഷെയ്ഡ്. പക്ഷേ ഇത് ഇവർക്ക് ഡാർക്കർ ആൻഡ് ലൈറ്റർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു കവറേജ് കിട്ടും. എന്നാൽ മുഖത്ത് ഒരു എസ്പെഷ്യലി നമുക്കൊരു ഷൈൻ കാണുമല്ലോ ഒരു ഓയിലിനെസ് കൊണ്ട് വേർത്തൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദി ഡേ ടച്ചപ്പ് ചെയ്യാൻ വളരെ ബെനിഫിഷ്യൽ ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ്. അപ്പം പൗഡറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി നിർത്തിയിട്ട് ഒരു കോമ്പാക്റ്റിലേക്ക് തിരിയുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടും. കാരണം ട്രാവൽ ഫ്രണ്ട്ലി ആണ്, വെരി അഫോർഡബിൾ. ഈ സെയിൻ ആൻഡ് മേസ ബ്രാൻഡ് ഞാൻ പർട്ടിക്കുലർലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പൗഡർ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ട്രയാങ്കുലർ പൗച്ചാണ്. ട്രയാങ്കുലർ പഫാണ്. അതായത് കോമ്പാക്റ്റിലൊക്കെ പൊതുവെ നമുക്ക് വരുന്നത് റൗണ്ട് പഫാണ്. ഇത് ട്രയാങ്കുലർ പഫാണ്. ഇതിന്റെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ താഴെയൊക്കെ, അത് കണ്ണിൻ്റെ ഈ കോണിൽ, ഇന്നർ കോർണേഴ്സിൽ, മൂക്കിൻ്റെ സൈഡിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഈ റൗണ്ട് പഫിനെക്കാട്ടിലും നല്ലത് ഈ ട്രയാങ്കുലർ പഫാണ്. കാരണം ആ ഷേപ്പ് തന്നെ കറക്റ്റാണ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കോർണേഴ്സിലൊക്കെ എത്താനായിട്ട് ഈ പഫാണ് ബെനിഫിഷ്യൽ. ഇതെനിക്ക് തോന്നുന്നു 2 എണ്ണത്തിന് 160 അങ്ങനെ എന്തോ ആണ് പ്രൈസ്. ഇത് നിങ്ങൾക്ക് നനച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് ചെറുതായിട്ട് വെറ്റാക്കിയിട്ട് ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫൗണ്ടേഷനും അപ്ലൈ ചെയ്യാൻ പറ്റും. 2 എണ്ണം വാങ്ങി വയ്ക്കുക. ഒന്ന് ഫൗണ്ടേഷനും ഒന്ന് ഇതുപോലെ പൗഡർ സെറ്റിങ്ങിനും. ഇതും ലൈറ്റ് വെയിറ്റ് ആണ്, കൊണ്ടു നടക്കാൻ ഈസിയാണ്. ശരിക്കും ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ പലപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തോന്നത്തില്ല അവിടെ വരെ എത്തുന്നില്ല, അല്ലെങ്കിൽ കണ്ണിനകത്ത് പോകും. ഇതാകുമ്പോൾ ആ പ്രശ്നം ഒന്നും തന്നെ വരത്തില്ല. ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് എന്തായാലും ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ട്രൈ ചെയ്യുക. പിന്നെ ഫേസ് മേക്കപ്പിന് വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ലിപ് ചീക്ക് ടിൻറ്റുകളാണ്. ഇതിൻ്റെ മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചീക്കിന് ഒരു ചെറിയൊരു റെഡിഷ് ഒരു ഇത് കൊടുക്കാനായിട്ട് ബ്ലഷിന് പകരമായിട്ടാണ് നമ്മൾ ചീക്ക് ടിൻറ്റുകൾ ഉപയോഗിക്കുക. ഞാനിപ്പോൾ ആക്ച്വലി ചീക്ക് ടിൻറ്റും അതിന് പുറത്ത് ഒരു ഹൈലൈറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരു ചുമപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, തുടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീക്ക് ടിൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഇബ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ചീക്ക് ടിൻറ്റാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഇങ്ങനെ വരുന്ന പാക്കേജിംഗ് ആണ്. പിന്നെ അത് നമ്മൾ ഓരോ വട്ടവും ഫിംഗർ ഇട്ട് വേണം ഇതിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിത് അത്ര ഒരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ
സ്നാന എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിന്റെ ഇവരുടെ ചീക്ക് ടിന്റ്, ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ആണ്. ഐഷാഡോ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ചെറിയൊരു കളർ കിട്ടും. ഞാൻ ഇത് പിക്ക് ചെയ്തത്. സ്നാന ഒരു കേരളത്തിൽ തന്നെയുള്ള ഒരു ബ്രാൻഡാണ്. ഞാനൊരു എക്സിബിഷനിലൊക്കെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ കണ്ടുപിടിച്ച ബ്രാൻഡാണ്. അപ്പോൾ ഇവരുടെ പല പ്രോഡക്ട്സ് ആമസോൺ ലിസ്റ്റഡ് ആണ്. ഞാനൊരു 2019 തൊട്ട് ഇവരുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഇവരുടെ ലിപ് ടിൻസിൽ പീച്ചും റോസും 2 കളേഴ്സ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിൽ ചെയ്യാം, നല്ലതായിരിക്കും തോന്നുന്നു. അതിൽ റോസാണ് ഞാൻ ആക്ച്വലി ഇപ്പം എൻ്റെ ചുണ്ടിലുള്ള കളറും ചീക്കിൽ കാണുന്ന ചെറിയൊരു കളറും അത് ആക്ച്വലി റോസ് എന്നുള്ള ഷെയ്ഡാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-24 മണിക്കൂറോളം നമ്മൾ ഈ ചുണ്ടിൽ നിന്ന് ഇത് ഷെയ്ഡ് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ചുണ്ടിന് ചെറിയൊരു ടിൻറ്റ് കാണും, വിച്ച് ഇസ് വെരി പ്രിറ്റി. എന്നാൽ ചീക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. pH അനുസരിച്ച് കളർ മാറുന്ന ഒരു ലിപ് ബാം ആണിത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ഹയർ pH ആണെങ്കിൽ ഡാർക്കർ കളർ കിട്ടും. എൻ്റെ ചുണ്ട് പിഗ്മെന്റഡ്, അതിൽ നല്ല രീതിയിൽ കളർ കാണിക്കും. പിന്നെ ഈ ബ്രാൻഡിന്റെ പർട്ടിക്കുലർ മെച്ചം എന്ന് വെച്ചാൽ സിലിക്കോൺസ്, പാരബൻ, സൾഫേറ്റ്സ് അങ്ങനെ ഒന്നുമില്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള ബ്രാൻഡാണ് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പർട്ടിക്കുലർലി ഇത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഈ പാക്കേജിങ് നമുക്ക് കൺവീനിയന്റ് ആണ്. ലിപ്സ്റ്റിക് പോലെ തന്നെ ആയതുകൊണ്ട് കൊണ്ടുവരുന്നത് ഉപയോഗിക്കാനാണെങ്കിലും കൺവീനിയന്റ് ആണ്. അപ്പോൾ ലിപ്സിനും ചീക്സിനും ഒറ്റ പ്രോഡക്റ്റ് മതി. വെരി ലോങ് ലാസ്റ്റിംഗ് ആൻഡ് വെരി ഗുഡ്. ഇത് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ഞാൻ ഹൈലൈറ്റർ ഉപയോഗിക്കത്തേയില്ല. അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രോപ്പ് ക്രീമാണ്. മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് എല്ലാവർക്കും അറിയുന്നത്. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇലാന എന്നുള്ളൊരു ബ്രാൻഡ്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇവർ ഈ പറഞ്ഞ പോലെ സിലിക്കോൺസും സൾഫേറ്റ്സും പാരബനൊന്നും ഇല്ലാത്ത ക്ലീൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രാൻഡാണ്. അപ്പം ഇതിൽ ഗോൾഡൻ ആർ എന്നുള്ള ഒരു സ്ട്രോപ്പ് ക്രീമാണ്. ഇവർക്കൊരു റോസി ടിൻ്റ് ഉണ്ട്, ഇതൊരു ഗോൾഡൻ ടിൻ്റാണ്. ഈ ഗോൾഡൻ ടിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പാക്കേജിംഗ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പ്രോഡക്റ്റ് സെയിം ആണ്, ഇപ്പോൾ പുതിയ പാക്കേജിങ്ങിലാണ് ഇപ്പോൾ വരിക. ഇതൊരു അത്ഭുത പ്രോഡക്റ്റാണ്. പൊതുവെ നമ്മൾ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിൽ ചിലപ്പം ഫസ്റ്റ് നമ്മൾ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചിലർ മേക്കപ്പ് അപ്ലൈ ചെയ്യും. അപ്പോൾ മുഖം മൊത്തം ഒരു തിളക്കം കിട്ടും എന്ന് പറയും. ചിലർ അത് ഫൗണ്ടേഷനോട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യും. ഞാൻ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നത് ഈ ചീക്സിൽ മാത്രമാണ്. അതായത് ഹൈലൈറ്ററിന് പകരമായിട്ടാണ് ഞാൻ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ക്രീമി ആയതുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേർക്കോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കോ അങ്ങനെ ഒന്നുമില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മുഖത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ അത്ര നാച്ചുറലി സ്കിന്നുമായിട്ട് അങ്ങ് സിങ്ക് ആവും. എന്നാൽ നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണും. കണ്ടോ, ഒരു സറ്റിൽ ഗ്ലോ ആണ്, നോട്ട് ടു മച്ച്. എന്നാൽ മേക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ഞാൻ പുരുകത്തിൻ്റെ താഴെയും ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മൂക്കിന് നടുക്ക്, ചിന്നിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഹൈലൈറ്റിംഗ് വേണോ, നിങ്ങൾക്ക് ഫുൾ ഫേസിൽ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഒരു സ്ട്രോപ്പ് ക്രീം ഒരു നമ്മൾ പറയത്തില്ലേ മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയില്ല, നമ്മുടെ മേക്കപ്പ് റുട്ടീൻ നിങ്ങൾ എന്തായാലും കരുതണം. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 50 ml ആണ്. അപ്പം നല്ല ക്വാണ്ടിറ്റിയാണ്. ഇത് കുറേ നാൾ നീണ്ടു നിൽക്കും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതിയാം ഓരോ തവണയും. നിങ്ങളുടെ റുട്ടീനിൽ പൗഡർ ഹൈലൈറ്റർ ഉണ്ട്, അത് പക്ഷെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, അഥവാ ഹൈലൈറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് നിങ്ങൾ ഒരു സ്ട്രോപ്പ് ക്രീം ഉറപ്പായും ട്രൈ ചെയ്യുക. യു വിൽ ലവ് ദിസ് പ്രോഡക്റ്റ്. കാരണം ഒരു നാച്ചുറൽ ഗ്ലോ തരാൻ ഇത് മാത്രം മതി. അടുത്തത് ഐഷാഡോ സ്റ്റിക്കാണ്. എനിക്ക് ഈ ഐഷാഡോ പാലറ്റുകളുണ്ട്, ബ്രഷസ് ഉണ്ട്. പക്ഷേ എനിക്കത് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഫോൾ ഔട്ട് എന്നുള്ള ഒരു ക്ലാസിക് ഇഷ്യൂ ഉണ്ട്. അതായത് അപ്ലൈ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞ് കണ്ണിൻ്റെ താഴെയൊക്കെ വീഴും. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ എക്സ്ട്രാ വേറെ ക്ലീനപ്പ് ചെയ്യണം. പിന്നെ എനിക്കങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ല. അതായത് ഈ ബ്ലെൻഡൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നും. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ സെറി കോസ്മെറ്റിക്സിൻ്റെ ഒരു സെറ്റ് ഓഫ് 5 കളേഴ്സാണ് ഞാൻ വാങ്ങിച്ചത്. അതിലിപ്പോൾ ഞാൻ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഗോൾഡൻ കളറാണ്. ഏതൊരു ഫംഗ്ഷൻ എന്തുണ്ടെങ്കിലും ജസ്റ്റ് എടുക്കുക, കണ്ണിന് മുകളിലൊന്ന് വരയ്ക്കുക, ദാറ്റ്സ് ഓൾ, ഗുഡ് ടു ഗോ. അപ്പോൾ ഐഷാഡോ ഇല്ല എന്ന ഒരു പ്രശ്നം നമുക്ക് വരേണ്ട കാര്യമില്ല. അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇത്രയും ഈസി ആയിട്ട് ഒരു പ്രോഡക്റ്റ് വേറെ ഇല്ല. കാരണം ഫോൾ ഔട്ട് വരത്തില്ല, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, സ്മഡ്ജ് ചെയ്യത്തില്ല, ഒരു തന്നെ സ്വെറ്റ് പ്രൂഫാണ്. സോ ഓവറോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ക്രീമി ഐഷാഡോസിലേക്ക് അല്ലെങ്കിൽ ഈ ക്രയോൺ ഐഷാഡോസിലേക്ക് മാറുക. കാരണം പൗഡർ ഐഷാഡോ ഭയങ്കര മെനക്കെട്ട പണിയാണ്. ഇപ്പം ഞാൻ ബിഗിനറായിരുന്നു 2017. ഇപ്പോൾ കൊല്ലം 5-6 കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും തുടങ്ങിയെടുത്ത് നിൽക്കുകയാണ് ഐഷാഡോയിൽ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സ് മാത്രമല്ല എല്ലാവരും ഈ ക്രയോൺ ഐഷാഡോ സ്റ്റിക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. 1-2 ബ്രാൻഡുകളും ഉണ്ട്. ഞാൻ ആ ബ്രാൻഡുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ബിഗിനർ മേക്കപ്പിന് എസെൻഷ്യൽ ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ്. പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബിഗിനർ മേക്കപ്പിന് മാത്രമല്ല, ലെറ്റ്സ് സി ഡെയിലി വെയർ മേക്കപ്പിനാണെങ്കിലും ഇതൊക്കെ എസെൻഷ്യൽസ് തന്നെയാണ്. വളരെ എളുപ്പം ഉപയോഗിക്കാം, സമയം ലാഭിക്കാം, വെരി ഈസി ഓൺ ദ പോക്കറ്റ്. അതുപോലെ തന്നെ നല്ല ഇഫക്റ്റും കിട്ടും. നിങ്ങൾക്ക് ബ്ലഷും ഹൈലൈറ്ററും ഒന്നും ഇല്ലാതെ ഇത്ര ഒരു ഗ്ലോയും ഒരു തുടുപ്പും ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അത് കിടലുമല്ലേ. എന്നാൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് വേറെ കരുതേ വേണ്ട, സെയിം സാധനം ഉപയോഗിക്കാം. നല്ല ഇൻഗ്രീഡിയൻസും ആണ്. ഞാനിന്ന് കാണിച്ച ബ്രാൻഡുകളുടെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പോൾ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണെങ്കിലും സ്ട്രോപ്പ് ക്രീം ആണെങ്കിലും ഐഷാഡോ സ്റ്റിക്ക് ആണെങ്കിലും കോമ്പാക്റ്റ് ആണെങ്കിലും ഈ ബ്രാൻഡുകളെല്ലാം ഈ ക്ലീൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രാൻഡുകളാണ്, പാരബൻസും അങ്ങനെയൊന്നും ഇല്ലാതെ. അപ്പം സ്കിന്നിനും സേഫാണ്, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാൻഡുകളാണ്, പിന്നെ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. സോ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ റീസൺ ഇത് ട്രൈ ചെയ്യാതിരിക്കാൻ. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.